ഒരിക്കൽ കൂടി വിനീത യാത്രയിലാണ്, അതിർത്തി ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യാണ്. വിനീത, ഈ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഇന്നലെ ഏതാണ്ട് ഒരു 6-6:30 മുതലാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഈ പാകിസ്ഥാന്റെ ഈ ഡ്രോൺ ഭീഷണി ഉണ്ടാവുകയും ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തത്. ഉച്ച കഴിയുന്നു, വൈകുന്നേരമാകുമ്പോഴേക്കും വീണ്ടും അത്തരം ഒരു ആശങ്ക ഈ മേഖലയിൽ ഉണ്ടോ? അധികൃതർ എന്താണ് ഈ നാട്ടുകാരോടൊക്കെ പറയുന്നത്? ഈ വൈകുന്നേരങ്ങളിൽ എങ്ങനെ ഇത്തരം സിറ്റുവേഷനോട് ബിഹേവ് ചെയ്യണം എന്നതിലൊക്കെ ഒരു കൃത്യമായ ഒരു വിശദീകരണം, ഒരു അറിയിപ്പ് ഈ മേഖലയിൽ, അതിർത്തി മേഖലയിൽ ജനങ്ങൾക്ക് സേനാംഗങ്ങളും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഉറപ്പായും നൽകിയിട്ടുണ്ടാകുമല്ലോ, അല്ലേ? തീർച്ചയായും വിജയകുമാർ, നമ്മളിപ്പോൾ പഞ്ചാബിൽ നിന്ന് ലുധിയാനയിലേക്കുള്ള യാത്രയിലാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ജനജീവിതം ഒരു സാധാരണ നിലയിൽ തന്നെയാണ്. പക്ഷേ വൈകിട്ട് ആകുമ്പോൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഇരുട്ടി തുടങ്ങുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് വലിയ ആശങ്കയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അതായിരുന്നു അവരുടെ അനുഭവം എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ പോകുന്ന ലുധിയാനയോട് ചേർന്നുള്ള മേഖലകളിലും ഒപ്പം തന്നെ ചണ്ഡീഗഡിലും അമൃത്സറിലും പത്താൻകോട്ടിലും ഗുരുദാസ്പൂരിലുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായിരുന്നു. സൈന്യം ശക്തമായി തന്നെ അതിനെ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ രാത്രികാലങ്ങളിൽ പെട്ടെന്ന് മുഴുവനായും ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്നു, സൈറൻ മുഴങ്ങുന്നു, ഏത് നിമിഷവും ഒരു ആക്രമണത്തെ നേരിടാൻ തയ്യാറായിരിക്കണമെന്നൊരു നിർദ്ദേശം നൽകുന്നു. ഇതൊക്കെ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം, കാരണം നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ പഞ്ചാബിലെ ഏറെക്കുറെ ആളുകൾ കൃഷിയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. നമുക്ക് ഈ റോഡിന് ഇരുവശത്തുമായി നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ പാടങ്ങളും ഒക്കെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ സാധാരണക്കാരായ മനുഷ്യരാണ് അവർ. കൃഷിയും ഇവിടെയുള്ള കൈത്തൊഴിലുകളും അങ്ങനെയൊക്കെയായി ജീവിക്കുന്ന മേഖലയിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇങ്ങനെ സാധാരണക്കാർ താമസിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പത്താൻകോട്ടിലെ ഈ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചും സമാന രീതിയിലേക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കയിലേക്കടക്കം തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. നമ്മൾ രാവിലെ ചണ്ഡീഗഡിലെത്തിയിരുന്നു. അപ്പോൾ ചണ്ഡീഗഡിലെത്തിയപ്പോൾ അവിടെ നമുക്ക് ഒരു സാധാരണ ജനജീവിതം തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഒരു റിക്ഷാക്കാരനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ രാവിലെ ഇറങ്ങിയതാണ്, പക്ഷേ വൈകിട്ടാകുമ്പോൾ എനിക്ക് പേടിയുണ്ട്. കാരണം എനിക്ക് സമാധാനത്തോടെ ജോലി എടുക്കാൻ കഴിയുന്നില്ല. എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ബന്ധുക്കൾ അവരൊക്കെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടായേക്കാം. ഞങ്ങൾ അതിനെ മുൻകരുതൽ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അതിന്റെ പിന്നാലെയാണ് ചണ്ഡീഗഡിൽ വീണ്ടും ഒരു സൈറൻ മുഴങ്ങുകയും ആളുകൾ വീടിന് പുറത്തു നിന്ന് ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വരികയും ചെയ്തത്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ ആശങ്കയിലേക്ക് ആഴ്ത്തുന്നുണ്ട്. പക്ഷേ സൈന്യം അവർക്ക് ഉറപ്പ് നൽകുകയാണ്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ, നിങ്ങൾക്ക് ഒരു പരിക്കും ഉണ്ടാകാത്ത തരത്തിൽ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്നൊക്കെയുള്ളൊരു ഉറപ്പ് സൈന്യം നൽകുന്നുണ്ട്. ഇന്ന് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ പഞ്ചാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 ജില്ലകളാണ് പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത്. അമൃത്സറും പത്താൻകോട്ടും ഗുരുദാസ്പൂറും അടക്കമുള്ള മേഖലകളുണ്ട്. ഈ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രാത്രിയാകുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ തന്നെ ഒരു മഴക്കാറ് മൂടിയ അന്തരീക്ഷമാണ് പഞ്ചാബിലുള്ളത്. ഇതൊന്ന് ഇരുട്ടി ഒന്ന് രാത്രിയിലേക്ക് കടക്കുമ്പോൾ തുടങ്ങും പാകിസ്ഥാന്റെ ആക്രമണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വലിയ ആശങ്ക ആ മേഖലകളിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു വിവരം ലഭ്യമായിരിക്കുന്നത്, ഈ പഞ്ചാബിലുള്ള കേരളത്തിൽ നിന്നൊക്കെ പഠനത്തിനായി എത്തിയ ചില മലയാളി വിദ്യാർത്ഥികൾ അവർ ലുധിയാനയിലാണുള്ളത്. അവർക്ക് എത്രയും വേഗം അവരെ നാടുകളിലേക്ക് സുരക്ഷിതമായി എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഈ ഓൾ കേരള മലയാളി അസോസിയേഷനും ഒപ്പം തന്നെ ലോക മലയാളി അസോസിയേഷനും വേൾഡ് മലയാളി അസോസിയേഷന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇതിനായിട്ടുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ അല്പസമയത്തിനകം ലുധിയാനയിലേക്ക് എത്തുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് അവരെ കാണുന്നതിന് കൂടി വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ആശങ്കയിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ്. അവരെ എത്രയും വേഗം ഇന്ന് സുരക്ഷിതമായി നാടുകളിലേക്ക് എത്തിക്കുക, അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഒരു വശത്ത് ഇങ്ങനെ പുരോഗമിക്കുന്ന ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം വലിയ ആക്രമണം ഉണ്ടായ മേഖലകളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു വിവരം കൂടി ഇന്ന് ലഭ്യമായിട്ടുണ്ടായിരുന്നത്, ഈ മിസൈൽ ആക്രമണത്തിൽ നടത്തിയതിന്റെ ചില ഭാഗങ്ങൾ ഈ സമീപമുള്ള മേഖലകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ആ മേഖലകളിലൊക്കെ പോലീസ് എത്തിയപ്പോൾ പരിശോധനയും മറ്റും നടത്തിയിട്ടുണ്ട്. അതിന്റെ ചില ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും സമാന രീതിയിൽ അമൃത്സർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഷെല്ലാക്രമണത്തിന് പാകിസ്ഥാൻ മുതിർന്നിരുന്നു. അത് ഇന്നലെ രാത്രി ശക്തമായ തിരിച്ചടി സൈന്യം നൽകിയതിന് പിന്നാലെയും സമാന രീതിയിലേക്കുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഈ അതിർത്തി മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ രീതിയിലാണ് ആശങ്കയിലാഴ്ത്തുന്നത്. കാരണം നമുക്ക് ഈ കാണാൻ കഴിയുന്നത് ചണ്ഡീഗഡ് എന്ന് പറയുന്നത് ഒരു കുറെ കൂടി
വലിയൊരു നഗര മേഖലയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന ലുധിയാന പോലുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഏറെക്കുറെ ചെറിയ ഗ്രാമങ്ങളാണ്, ചെറിയ കെട്ടിടങ്ങൾ, ചെറിയ വീടുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിലും ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരുടെ ഒരു ഉപജീവനം എന്ന് പറയുന്നത് വീടിനോട് ചേർന്നുള്ള ചെറിയ കടകൾ നടത്തി ജീവിക്കുന്ന ആളുകളാണ്, കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇവരൊക്കെ ഇങ്ങനെ വലിയ ആശങ്കയിലാണ്. കാരണം ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ സാധാരണക്കാർ താമസിക്കുന്ന ഈ സാധാരണക്കാരുടെ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ തൊടുത്തുവിടുന്നതെന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇരുവശത്തും കാണാൻ കഴിയുന്ന അത്തരത്തിലേക്കുള്ള ചെറിയ ഗ്രാമങ്ങളും അവരുടെ ചെറിയ വീടുകളും ഒക്കെയാണ് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് ലുധിയാനയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി വിനീത, ചണ്ഡീഗഡിൽ നിന്ന് ലുധിയാനയിലേക്ക് പോകുന്ന വഴിയാണ്. ഏതായാലും ഒരു കാര്യം നമ്മൾ ഈ യാത്രയിൽ വിനീത ഇങ്ങനെ പറയുന്നതിനിടെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, അവിടെ ജനജീവിതം ബാധിക്കപ്പെട്ടിട്ടില്ല. ജനങ്ങൾ വളരെ അവരുടെ ദൈനംദിന ജീവിതവുമായി മുന്നോട്ട് പോകുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.